പ്രതീക്ഷിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രസമുണ്ട്. ഉണ്ടാക്കി വെക്കും. സൂപ്പറാ. ഇഷ്ടമായാ? രസമുണ്ടാ? അങ്ങനെയുണ്ടാ പടിയാ? കഴിച്ചോക്ക്. ചെറിയ കഷ്ണം. ശണ്ടാ ഇഷ്ടപ്പെട്ടോ? ഹലോ ഗായ്സ്, തക്കുംപാടി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: മൈദ 1 കപ്പ്, കൊക്കോ പൗഡർ 1/4 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ. ഇത് നന്നായിട്ട് നമുക്ക് അരിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഒരു 2-3 വട്ടമൊക്കെ അരിച്ചിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് അടുത്തത് മുട്ടയൊക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 4 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ പാത്രം നല്ല തുടച്ച് വെള്ളമില്ലാത്ത ഒരു പാത്രം എടുക്കണം. അപ്പോൾ 4 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു വാനില എസൻസ് 1.5 ടീസ്പൂണ് വാനില എസൻസ് ഒഴിക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ ഷുഗർ പൗഡർ പൊടിച്ചതാണ്, പഞ്ചസാര പൊടിച്ചതാണ്. അത് 1.25 കപ്പ് പഞ്ചസാര പൊടിച്ചതെടുക്കാം. വെജിറ്റബിൾ ഓയിൽ 2 ടേബിൾ സ്പൂണ്. പിന്നെ ചൂടുള്ള പാല് 1/2 കപ്പ് ചൂടുള്ള പാല് ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. അത് രണ്ടൊന്ന് വിട്ട് പോയതാണ്. വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നതും ചൂടുള്ള പാൽ ഒഴിച്ചത് കേട്ടോ. ചൂടുള്ള പാലും കൂടി ഈ മിക്സ് ചേർക്കുമ്പോൾ, ഈ കൊക്കോ പൗഡറും മൈദയും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതാ ഞാൻ കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റർ വെച്ച് മിക്സ് ചെയ്യാണ്. അത് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കേക്കിൻ്റെ ട്രേയിലേക്ക് ഒഴിക്കുന്നുണ്ട്. ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാം. ഇത് ഞാനൊരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട്. ഒരു ബിരിയാണി പോട്ടാണ്, ഇതിലാണ് കേക്ക് ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ അതിൽ നല്ല ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പം ഞാനൊരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കി, അപ്പോൾ ആയിട്ടില്ല. കുറച്ച് സമയം കൂടി വെച്ചപ്പോൾ ഉള്ളൊക്കെ നല്ല വെന്ത്. ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റി നമുക്കിത് ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ട് 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. 1 കപ്പ് പാൽ വെച്ച്, പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കട്ടൊന്നുമില്ലാതെ ഉടച്ചെടുത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കാം. ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അത് കുറുക്കിയെടുക്കാം. കരിഞ്ഞ് പോകാൻ നോക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടാൽ മതി. അപ്പോൾ അതാ ഈ പരുവത്തിലാക്കി എടുക്കുക. നമുക്ക് കേക്കിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതാ കേക്ക് കട്ട് ചെയ്തിട്ട് റെഡിയാക്കണമൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ കുട്ടികൾക്കത് എങ്ങനെ ഉണ്ടാക്കിയാലും അവർ കഴിക്കുമല്ലോ. അപ്പോൾ അവർക്കിത് ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ കേക്ക് ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ പുറത്തേക്കൊക്കെ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനല്ലേ, അപ്പോൾ അങ്ങനെ സിമ്പിളായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചെടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കത് മുറിച്ച് നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്.